ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. 13. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നത്, അതിൻ്റെ എന്താണ് അതിൻ്റെ നിലവാരം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ വിത്ത് വെർട്ടീസസ്. നോക്കണം, പി ക്യു ആർ 3 വെർട്ടീസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ 35 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇഫ് ഇറ്റ്സ് ഓർത്തോ സെൻട്രർ ആൻഡ് സെൻട്രോയിഡ്. ഓർത്തോ സെൻട്രർ ഇതാണ്, സെൻട്രോയിഡ് ഇതാണ്, റെസ്പെക്റ്റീവ്ലി. ആദ്യം ഓർത്തോ സെൻട്രർ എടുക്കുക, പിന്നെ സെൻട്രോയിഡ് എടുക്കുക. ഓക്കെ, ദെൻ C+2D. നമുക്കറിയാം സെൻട്രോയിഡിനകത്ത് സിയും ഡി ഉണ്ട്. അതിൽ സിയും ഡി അറിഞ്ഞാലേ നമുക്ക് C+2D കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പി ക്യു ആർ എന്ന് പറയുന്ന വെർട്ടീസസുകളിൽ ആറും നമുക്ക് അറിയില്ല. ആർ എന്ന് പറയുന്നത് A, B ആണ്, അത് നമുക്കറിയില്ല. ഇപ്പൊ 2 രീതിയിൽ. അപ്പൊ ഈ എയും ബിയും കിട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ സിയും ഡിയും കിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞ ഇവിടെ 4 അൺനോൺസുകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും പല ഇക്വേഷൻസുകൾ ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിരിക്കുന്ന ട്രയാങ്കിളും സെൻട്രോയിഡും ഓർത്തോ സെൻട്രോ ഒക്കെ കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇത് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഇത് ഏതൊരു നിലവാരത്തിൽപ്പെടുന്ന ക്വസ്റ്റൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റൻ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ല ചെയ്യാൻ. വലിയ ലെങ്ത് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അത്യാവശ്യം ഒരു 2-2.5 മിനിറ്റിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന ചോദ്യമാണിത് കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം നിങ്ങൾ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നു. പിന്നെ എനിക്ക് ഈ ഡയഗ്രാം കുറച്ച് വലുതാക്കിയൊക്കെ വരയ്ക്കണം. എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതിയത് തന്നെ വീണ്ടും അത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മായ്ച്ച് വീണ്ടും എഴുതുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സമയം എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സമയമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ വേഗത്തിൽ ചെയ്യാൻ വേണ്ടി പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതിനെ വീണ്ടും ചിലപ്പോൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒന്നും കൂടെ പറയും. അങ്ങനെയൊക്കെ സമയം വേസ്റ്റ് ആയി പോകും. അപ്പം അങ്ങനെ കണക്കാക്കരുത്. വേഗത്തിൽ പറഞ്ഞു പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും. അതുകൊണ്ടാണ് അവർ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, എന്നാലും ഞാൻ പരമാവധി സ്പീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതാണ് പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് പി നമുക്കറിയാം. പി എന്ന് പറയുന്ന പോയിന്റ് 5,4 ആണ്. ഓക്കെ, ഇത് ക്യൂ എന്ന് എടുത്തു. ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നോക്കടാ -2, 4 ആണ്. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്ന പോയിന്റ് A, B ആണ്. റൈറ്റ്, ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 35 സ്ക്വയർ യൂണിറ്റ്സ് അല്ലേ? ഏരിയ 35 സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. യെസ്. ഇനി ഇതിന്റെ സെൻട്രോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് ഇപ്പൊ ഏരിയ നമുക്ക് ഡിറ്റർമിനന്റ് വെച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ A and B. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഇത് ചെയ്യുന്ന എങ്ങനെയാ? ഇതിപ്പോ എല്ലാ ഇൻഫർമേഷനും ഉപയോഗിച്ച് എല്ലാ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. വി ക്യാൻ ഡു ഇറ്റ്. നമ്മളതായ സ്റ്റൈലിൽ നമുക്ക് ചെയ്യാം. എടാ ഇതിലേ ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ. ഇതിൽ സെൻട്രോയിഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാ സെൻട്രോയിഡ് ഇതാണ്. അപ്പൊ സെൻട്രോയിഡ് കാണാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എങ്ങനെയാണ്? 5+, ഞാൻ ആദ്യം 5 എടുക്കുന്നു, അല്ലെങ്കിൽ എയിൽ തുടങ്ങാം. A+5. ഓക്കെ, എക്സ് കോർഡിനേറ്റുകൾ ആഡ് ചെയ്യാം. A+5 +-2. ഓക്കെ, ഡിവൈഡ് ബൈ 3. ആ സെൻട്രോയിഡ് ആണ് സി. അപ്പോൾ A+3/3 ആണ് സി. അപ്പൊ ഇതാണ് സി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു നോക്കുക. ഇതാണ് സി. ഓക്കെ, അപ്പൊ എ അറിഞ്ഞാലേ സി കിട്ടുള്ളൂ. എയും സിയും ഡിയും കിട്ടിയ പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണെടാ? B+4 + 4/3 ദാറ്റ് ഈസ് വാട്ട് ഡി എന്ന് വെച്ചാൽ B+8/3 ആണ് ഡി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ ആണല്ലോ? ഇനി എയും ബിയും അറിഞ്ഞാലേ നമുക്ക് സിയും ഡിയും കിട്ടുള്ളൂ. സിയും ഡിയും കിട്ടിയാൽ നമ്മൾ ആൻസർ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം. വെരി സിമ്പിൾ ആണ്. നമ്മൾ ഇനി ഓർത്തോ സെൻറ്റർ അങ്ങ് വരയ്ക്കുകയാണ്. ഓർത്തോ സെൻറ്റർ എന്ന് പറയുമ്പോൾ നോക്കടാ, ഇതാണ് O എങ്കിൽ ഓർത്തോ സെൻറ്റർ ഏതാണ്? 2,14/5 ആണ്. അപ്പോൾ ഇത് 2,14/5 ആണ്. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് 2,14/5. ഇതാണ് ഓർത്തോ സെൻറ്റർ. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. ഇനി നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇതാണ് ഓർത്തോ സെൻറ്റർ. ഈ ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. ഓൾട്ടിറ്റ്യൂഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടിറ്റ്യൂഡിനായിട്ട് വരച്ചേക്കാം കേട്ടോ.
ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് തന്നെ വരച്ചു തരാം, ശ്രദ്ധിച്ചോളൂ, ഇനി കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഞാൻ വരച്ചു ഓൾട്ടിറ്റ്യൂഡ്. ഈ ഓൾട്ടിറ്റ്യൂഡ്സുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഒരു ഓൾട്ടിറ്റ്യൂഡ് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എടുക്കുന്നില്ല. ഇത് 90 ആണ്, ഇത് 90 ആണ്. ഓക്കെ, ഇതാണ് ഓർത്തോ സെൻറ്റർ. ഓർത്തോ സെൻറ്ററിലെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2, എത്രയാണ് 14/5 ആണ്. 2,14/5 ആണ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂടാ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റും ഇത് ഈ ഓർത്തോ സെൻറ്ററിലെ പോയിന്റ് ഉപയോഗിച്ച് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് അറിയാൻ പറ്റും, ശരിയല്ലേ? കാരണം ഇതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും ഇത് വരിക സ്ലോപ്പ്. അപ്പോൾ ഇതിന് സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ഈ ലൈനിന്റെ പി ആറിന്റെ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് പി ആറിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. പി ആറിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പി ആർ എന്ന് പറയുന്ന ലൈനിൽ കിടക്കുന്ന പോയിന്റ് ആണ് എ ബി. അപ്പോൾ എ ബി എന്ത് ചെയ്യുക, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടും, എയും ബിയും തമ്മിലൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ തന്നെയാണ് മക്കളെ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇതിന്റെ സ്ലോപ്പ് എന്താണോ അതിന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ഇതിന്റെ സ്ലോപ്പ്, അല്ലേ? അപ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ ഇതിന്റെ സ്ലോപ്പ് ഉപയോഗിച്ചു, ഈ സ്ലോപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ പോയിന്റ് ക്യൂ എടുത്തിട്ട് ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, എ ബിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ ബി നമ്മൾ ഈ ലൈനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി, 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക, എയും ബിയും കണ്ടുപിടിക്കുക, എയും ബി ഇവിടെ ഇട്ട് കൊടുക്കുക, സിയും ഡിയും കണ്ടുപിടിക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. സംഭവം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇത് ചെയ്തുണ്ടാക്കാനാണ് പണി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ ചെയ്യാൻ കഴിയും. എടാ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് പി ആർ ഞാൻ എഴുതാൻ പോകണം കേട്ടോ. നിങ്ങളത് കണ്ടുപിടിച്ചോളേ. ഇക്വേഷൻ ഓഫ് എന്താണ്, പി ആർ ആണ്. ഇക്വേഷൻ ഓഫ് പി ആർ എന്ന് പറയുന്നത് ദിസ് ഇക്വേഷൻ വിൽ ബി, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം നോക്കുക, പി ആറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യു ഒൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുക എന്താണ്, ഈ പി ആറിൻ്റെ ഇക്വേഷൻ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ക്യു ആറിൻ്റെ ഇക്വേഷൻ കിട്ടും. ഞാൻ ഇക്വേഷൻ ഓഫ് പി ആർ ആണ് പറയുന്നത്. ഇക്വേഷൻ ഓഫ് പി ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കിട്ടുക, 10x - 3y - 38 = 0. ഇതാണ് പി ആറിൻ്റെ ഇക്വേഷൻ. നിങ്ങളത് ചെയ്ത് നോക്കുക, അത് സമയം എടുത്ത് ചെയ്യുക കേട്ടോ. സ്ലോപ്പ് കണ്ടുപിടിച്ച് y - y1 = m × x - x1 വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് എന്താണ്, പി ആർ കഴിഞ്ഞാൽ പിന്നെ പറയാൻ പോകുന്നത് ക്യു ആർ ആണ്. ഇക്വേഷൻ ഓഫ് ക്യു ആർ ഒന്ന് കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഓഫ് ക്യു ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒ പിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യു ആറിൻ്റെ സ്ലോപ്പ് കിട്ടും. ക്യു ആറിൻ്റെ സ്ലോപ്പും ക്യൂവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടും. ആ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ക്യു ആറിൻ്റെ ഇക്വേഷൻ ഓഫ് ലൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു ആറിൻ്റെ ഇക്വേഷൻ അല്ലേ, ക്യു ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 5x + 2y, ഒരു മിനിറ്റ്, 5x അല്ല, ഓക്കെ 5x തന്നെ, 5x + 2y വരും. ഓക്കെ, 5x + 2y + 2 = 0 എന്ന് വരും. അപ്പോൾ ഇതാണ് 2 ഇക്വേഷൻസുകൾ. നിങ്ങൾ ചെയ്ത് നോക്കുക, ഇത് കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ, അത് വെച്ച് ചെയ്താൽ മതി. അത് ഞാൻ വെറുതെ ചുമ്മാ ചെയ്യേണ്ട സമയങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ആറിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക, 10a, ഓക്കെ, എ ബിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10a ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് 10a - 3b = 38, അതൊരു ഇക്വേഷനാണ്. പിന്നെ അടുത്തിൽ നിന്ന് 5a + 2b = -2 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഇതിന് നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 10a + 4b = -4 എന്ന് കിട്ടും. എന്നിട്ട് ഈ 2 ഇക്വേഷൻ തമ്മിൽ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുക. യു ഹാവ് ടു സബ്ട്രാക്ട് ദീസ് 2 ഇക്വേഷൻസ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 10a - 10a, ഏത് 10a? ഇതാ ഈ 10a ഈ 10a കുറയ്ക്കുക, ഈ -3b 4b കുറയ്ക്കുക, ഇതിന്ന് ഇത് കുറയ്ക്കുക, ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. 10a - 10a എന്തായിട്ട് മാറും, 0 ആവും. -3b - 7b ആവും. ദാറ്റ്സ് = 38 - 48 ആയി. സോ b = -6 ആയി. ദാറ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്, വിൽ ഗെറ്റ് a as 2. ഓക്കെ, a എന്താന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പം നിങ്ങൾക്ക് എയും കിട്ടി, ബിയും കിട്ടി. എയും കിട്ടി, ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് സി എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, സി എന്ന് പറഞ്ഞാൽ ഇതാണ്. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 3 എത്ര കിട്ടും, 2 + 3 5 അല്ലേ, 2 + 3 5, 5/3 എന്ന് കിട്ടും. സോ 5/3 എന്ന് കിട്ടി. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ b + 8 അല്ലേ, ഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, b + 8 ആണ്. അപ്പോൾ d = b എത്ര കിട്ടിയടാ, b -6 ആണ്. സോ -6 + 8/3 ആണ്. ദാറ്റ് വിൽ ബി 2/3 എന്ന് കിട്ടും. നമ്മുടെ ചോദ്യം എന്താണ്, c + 2d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, സി എന്ന് പറഞ്ഞാൽ 5/3 ആണ്.
പ്ലസ് 2 ഇൻറ്റു ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഇതിന് ആൻസർ 9/3 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. സോ വാട്ട് ഈസ് ദി ആൻസർ? 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ മക്കളെ? 5/3 പ്ലസ് 2 ഇൻറ്റു അല്ലേ 4, 5 പ്ലസ് 4 9, 9/3 എത്രയാണ്? 3 ആണ്. സോ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ദിസ് നോട്ട് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക, ഈ പോയിന്റ് ഉപയോഗിക്കുക, ഈ ഇക്വേഷൻ കാണാം. ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുക, അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടി, ഈ പോയിന്റ് ഉപയോഗിക്കുക, ഇതിൻ്റെ ഇക്വേഷൻ കാണാം. ആ 2 ഇക്വേഷൻസ് ആണ് ഞാനിവിടെ എഴുതിയത്. അത് നിങ്ങൾ നിർബന്ധം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു കുറച്ച് സമയം എടുക്കും. അധികമൊന്നുമില്ല, ഒരു ചിലപ്പോൾ 1 മിനിറ്റ് എടുക്കും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1.5 മിനിറ്റ് അത് എടുക്കും. അങ്ങനെ 2.5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുക്കും ഈ പ്രോബ്ലംസ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ആൻ ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കി നോക്കുക. ഓക്കെ.